ഹായ്, പെട്ടെന്ന് തിരിച്ചു വരേണ്ടി വന്നു. ഇപ്പോൾ കണ്ടതുപോലെ തന്നെ ഏകദേശം ഒരു 2-3 മാസമായി ഞാൻ വീഡിയോ ഇടുന്നവരുടെ നിർത്തി. ഒരു ജോലി കിട്ടി. ദുബായിലായിരുന്നു. അങ്ങനെ ജോലി കിട്ടി, അത് സെറ്റായില്ല. അതെന്താ എൻ്റെ പ്രശ്നമാണെന്ന് പറയാം, അല്ലെങ്കിൽ എനിക്ക് അവിടുത്തെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആ ജോലി റിസൈൻ ചെയ്തിട്ട് തിരിച്ച് വരേണ്ടി വന്നു. പിന്നെ ലൈഫിലെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ജൂണിൽ നടന്നു. ജൂൺ 1-ാം തീയതി ഞാൻ വളരെ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന എൻ്റെ കല്യാണ നിശ്ചയം പ്രേമിച്ച പെണ്ണുമായിട്ട് തന്നെ നടത്താൻ സാധിച്ചു. ജൂൺ 1-ാം തീയതി നിശ്ചയം കഴിഞ്ഞ് 5-ാം തീയതിയാണ് ഞാൻ കയറിപ്പോയി. ഇത് കണക്ക് ഏകദേശം 1.5 മാസം നിന്നു, റിട്ടേൺ വന്നു. അപ്പോൾ അറിയാമല്ലോ, എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ പ്രാവശ്യം ഞാനിപ്പം യൂട്യൂബിൽ വീഡിയോ തുടങ്ങി, ഈ ഒരു പരിപാടി തുടങ്ങിയിട്ട് നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത്. ഇനിയിപ്പോൾ മാക്സിമം കണ്ടിന്യൂ ചെയ്യാൻ നോക്കാം. എല്ലാവരും സപ്പോർട്ട് വേണം. ഒരു വണ്ടിപ്രാന്ത് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നത്. ഇപ്പം ഒരു 80-85% ആൾക്കാർക്കും വണ്ടിപ്രാന്ത് കാണും. പിന്നെ ചിലർ സിറ്റുവേഷൻ കൊണ്ടും അല്ലെങ്കിൽ ചിലരുടെ എന്താ പറയുക ജോലി അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടും. ഇപ്പോൾ എനിക്കത് മനസ്സിലായി. ഞാൻ പുറത്ത് തന്നെ മനസ്സിലായി, അവിടെ നമുക്ക് വണ്ടിപ്രാന്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. ഫാമിലിയെ പോലും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അത്രത്തോളം പ്രഷറായിരിക്കും, അല്ലെങ്കിൽ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ നമുക്ക് ജീവിച്ച് വരണമെങ്കിൽ. പുറത്തൊക്കെ പോയാൽ അങ്ങനെ ഗൾഫില്ല. അതിപ്പം നാട്ടിലും ചില ജോലികളൊക്കെ അങ്ങനെയാണെന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇപ്പം നാട്ടിൽ തന്നെ നിൽക്കാനാണ് ഉദ്ദേശം. എങ്കിലും പെട്ടെന്ന് സെറ്റായില്ല എങ്കിൽ ചിലപ്പോൾ പുറത്തോട്ട് പോകേണ്ടി വരും. ഒന്നും കൺഫേം ആക്കിയില്ല. ഇപ്പം എന്തായാലും ഓണമാണല്ലോ വരുന്നത്. എന്തായാലും ഓണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ വണ്ടിപ്രാന്ത് എന്നുള്ളൊരു ഇതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പം പിന്നെയും ഇത് റീസ്റ്റാർട്ട് ചെയ്ത് ഇനി ഫ്ലോപ്പ് ആക്കത്തില്ല, അല്ലെങ്കിൽ ഇനി നിർത്തേണ്ടി വരത്തില്ല എന്നൊരു പ്രതീക്ഷയോട് തന്നെ ഇനി വണ്ടി റിവ്യൂസും അങ്ങനെ കാര്യങ്ങളൊക്കെ പിന്നെയും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് ചെയ്യാനും താല്പര്യമുണ്ട്. പിന്നെ വേറെ എന്താ പറയുക, 2 മാസം പുറയുന്ന വെയിലടിച്ച് പോകുന്ന കാണാൻ വയ്യ. അപ്പോൾ 2 മാസം കൊണ്ട് അത്യാവശ്യ കാര്യങ്ങളെല്ലാം എന്താ പറയുന്നത്, നമ്മുടെ പ്രവാസ ജീവിതത്തെ പറ്റിയും നമ്മുടെ നാടിൻ്റെ ഗുണത്തെ പറ്റിയും ഒക്കെ മനസ്സിലായി. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, 2ാം തവണയാണ് ഞാനിപ്പം ഈ യൂട്യൂബ് എന്താ പറയുക ഈ വീഡിയോ ഇടാതിരിക്കുന്ന, ഇത്രയും ഗ്യാപ്പ് വരുത്തുന്നത്. ഫസ്റ്റ് ടൈം ഇത് കണക്ക് ഒരു ബിസിനസ് പർപ്പസിന് ഒരു വണ്ടി എടുത്തു. ആ വണ്ടിയുടെ മുതലാളി എന്നെ തേച്ചു. അതാണ് ഫസ്റ്റ് ടൈം ഞാൻ നിർത്താൻ കാരണം. അത് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറയാം അടുത്ത വീഡിയോയിലൂടെ, അല്ലെങ്കിൽ എൻ്റെ വരുന്ന വീഡിയോയിലൂടെ പറയാം. എനിക്ക് നല്ലൊരു ചതിവാണ് പറ്റിയത്. എനിക്ക് പറ്റിയ ആ ഒരു ചതി വേറൊരാൾക്കും വരാതിരിക്കാൻ വേണ്ടി എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യും ഉറപ്പായിട്ടും. ഈ വീഡിയോയിലൂടെ അല്ല, അടുത്ത ഇനി ഇടാൻ പോകുന്നതിലൂടെ. കാരണം എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇപ്പം എനിക്ക് പറ്റിയ അത് ചിലപ്പം വേറെ പലർക്കും പറ്റിയിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ ഒരാളെങ്കിലും അറിഞ്ഞ ആ ഒരു മിസ്റ്റേക്ക് പുള്ളിക്ക് വരുമ്പോൾ അത് റീസോൾവ് ചെയ്യാൻ പെട്ടെന്ന് പറ്റിയ അതൊരു നല്ല കാര്യമല്ലേ. അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് ആ വീഡിയോസിലേക്കൊക്കെ വരാനും അതുപോലെ വീഡിയോ ഇടാനും ശ്രമിക്കുന്നുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.